വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പിടിച്ചുകുലുക്കിയ ഒരു വാർത്തയായിരുന്നു LLB തട്ടിപ്പ്. പ്രവേശനം ലഭിക്കാൻ ആവശ്യമായ മിനിമം മാർക്ക് പോലും ഇല്ലാത്ത വിദ്യാർത്ഥികൾ വളഞ്ഞ വഴിയിലൂടെ അഡ്മിഷൻ നേടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത്. അന്നത് ബ്രേക്ക് ചെയ്തത് മലയാള മനോരമയിലെ റിപ്പോർട്ടറായിരുന്ന ജോൺ മുണ്ടക്കയമാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ ജീവിതം പറയുന്ന മൈ സ്റ്റോറിയിൽ ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നത് ആ വാർത്തയുടെ പിന്നാമ്പുറ കഥകളാണ്. മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ ഞാനൊരു വാർത്തയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളതും ഏറ്റവും ദീർഘകാലം ഒരു വാർത്ത എഴുതേണ്ടി വന്നതും നായനാരുടെ കാലത്ത് നടന്ന LLB തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു വാർത്തയും അതിൻ്റെ പരമ്പരയും ഒക്കെയാണ്. LLB തട്ടിപ്പിൻ്റെ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് LLB അഡ്മിഷന് മാർക്കില്ലാത്ത കുറേ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തുള്ള ചില സ്വകാര്യ ലോ കോളേജുകളിൽ പോയി അവിടെ അഡ്മിഷൻ സംഘടിപ്പിച്ച്, കാരണം അവിടെ ഈ മിനിമം മാർക്കില്ല, ഇവിടെ മിനിമം മാർക്കുണ്ട്. ഇവിടെ അന്ന് 50% മറ്റോ പ്രീ ഡിഗ്രിക്ക് മാർക്കുണ്ടെങ്കിൽ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നുള്ളൂ. മറ്റ് സ്ഥലത്ത് 35% മാർക്കുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ ഇവർ അവിടെ പോയി അഡ്മിഷൻ മേടിക്കുക, എന്നിട്ട് അവിടെ പഠിക്കുന്നില്ല, അവിടെ പഠിച്ചതായി രേഖയുണ്ടാക്കി, ഹാജർ മാത്രം ഉള്ളതായി രേഖയുണ്ടാക്കിയിട്ട് അവിടെ പരീക്ഷ എഴുതിയതായി വരുത്തി, എഴുതിയിട്ട് അവർ അവിടുന്ന് സെക്കൻഡ് ഇയറിലേക്ക് പാസ്സായതായിട്ടുള്ള കൃത്രിമ രേഖ ഉണ്ടാക്കി ഇവിടെ വന്ന് സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ എടുക്കുകയും പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തും ഈ കോളേജ് യൂണിയൻ സെനറ്റ് സിൻഡിക്കേറ്റിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് വിവരം കിട്ടി. ഒരു കത്തിൽ നിന്നാണ് വിവരം കിട്ടുന്നത്. ഒരു അനോണിമസ് കത്ത് എനിക്ക് വരുന്നു, ഇങ്ങനെ ചില വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്, നിയമവിരുദ്ധമാണ്, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു. ആ കത്തുമായിട്ട് ഞാൻ ആദ്യം ഇത് സംബന്ധിച്ചുള്ള ഇങ്ങനൊരു കാര്യം അന്വേഷിക്കണമെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും വേറെ ഒരു മാർഗ്ഗവുമില്ല, നമ്മൾ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്നാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലമാണ്, എനിക്ക് വലിയ ബന്ധങ്ങളുമില്ല. ഞാൻ വിചാരിച്ചു യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയി അവിടെ രജിസ്ട്രാറെ കണ്ടാൽ ഈ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെയൊക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറായി വന്ന കുട്ടികളുടെയൊക്കെ ലിസ്റ്റ് കിട്ടുമെന്ന് കരുതി. ആദ്യം പോയി കണ്ടത് അവിടുത്തെ രജിസ്ട്രാറായിരുന്ന മോഹൻകുമാർ. അദ്ദേഹം പിന്നീട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെ ആയി. അദ്ദേഹത്തെ ഞാൻ കണ്ടു പറഞ്ഞു, എനിക്ക് ഇന്ന ആളുകൾ ഇവിടെ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറായി വന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കിട്ടിയാൽ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട്? അത് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു രഹസ്യരേഖയാണ്. ഞാൻ പറഞ്ഞു, അതിനകത്ത് രഹസ്യമൊന്നുമില്ലല്ലോ. അല്ല, തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയാണോ, ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ, എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടികൾ ആരൊക്കെയാണ്, എന്തിനാണ് വന്നത് എന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എന്താ അവകാശം എന്നൊക്കെ ചോദിച്ചു. എന്നെ വസതി പറഞ്ഞാൽ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചെന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇറക്കി വിടുകയായിരുന്നു ചെയ്തത്. എനിക്ക് വലിയ വിഷമമായി. ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നിരുന്നപ്പം അന്നത്തെ ഞങ്ങളുടെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള വിജയകുമാർ എന്നോട് പറഞ്ഞു, എന്താ വിഷമിച്ചിരിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം, എനിക്ക് ഈ ലിസ്റ്റ് കിട്ടിയില്ല. പുള്ളി പറഞ്ഞു, സാരമില്ല, അവിടെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ആളുണ്ട്, അവിടെ യൂണിയൻ്റെ നേതാവുണ്ട്, അവരോട് പറഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനത്തിലോ ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ചെന്ന വിവരം ശേഖരിക്കാൻ ഏറ്റവും എളുപ്പം അവിടുത്തെ യൂണിയൻ നേതാവിനെ പിടിക്കുകയാണെന്നുള്ള വിവരം എന്നാണ് മനസ്സിലാക്കിയത്. RS ശശികുമാറായിരുന്നു അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ്. ഞാൻ പോയി ശശികുമാറിനെ കണ്ടു. ശശികുമാർ എന്നോട് പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ ലിസ്റ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ആളൊക്കെ ആ സെക്ഷനിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ശശികുമാർ 28 വിദ്യാർത്ഥികൾ ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ വാങ്ങിയ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയവരുടെ ലിസ്റ്റ് അദ്ദേഹം അവിടെ കൊണ്ടുത്തന്നു. അപ്പോൾ ഇനി ലിസ്റ്റ് മാത്രം കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവർ അവിടെ ഈ ട്രാൻസ്ഫറായിട്ട് വന്നു എന്നുള്ള രേഖ മാത്രമാകുന്നുള്ളൂ. ഇവർക്ക് മിനിമം മാർക്ക് ഇല്ലായിരുന്നുള്ളതും ഇവർ രേഖ തിരുത്തുന്നുള്ള വിവരങ്ങളൂടെ വേണം. ഞാൻ ഈ ലോ കോളേജുകളിലൊക്കെ കയറി ഇറങ്ങി, ലോ അക്കാഡമിയിലെ ലോ കോളേജിലൊക്കെ കയറി ഇറങ്ങി സംസാരിച്ചെങ്കിൽ അവരാരും വിവരങ്ങൾ തരാൻ തയ്യാറല്ല. അവർ പറഞ്ഞു, അത് മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ്, ഞങ്ങളുടെ ഒരു വിവരമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യം തോമസ് ജേക്കബും ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോൺ ഒന്ന് ബോംബെ വരെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോകാം, പക്ഷേ അത്ര എളുപ്പമൊന്നുമല്ല വിവരങ്ങൾ കിട്ടുക. അത് സാരമില്ല, ഏതായാലും പോയി നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ ബോംബെ കണ്ട് തിരിച്ചു പോരുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അദ്ദേഹം അതൊരു വളരെ ലിഷർലി ആയിട്ട് എടുക്കുകയുള്ളൂ. വാർത്ത കിട്ടിയെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ പക്ഷേ നമുക്കതൊരു ഭയങ്കര ഒരു
ഒരു ഇൻസ്പിറേഷനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിന് തന്നെ ബോംബെക്ക് പോകുന്നു. അവിടെ ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്നു. ആദ്യം ഈ ലോ കോളേജുകളിലൊക്കെ കയറി ഇറങ്ങി ലോ കോളേജുകളിൽ ഈ കുട്ടികളൊക്കെ പഠിച്ച ലോ കോളേജുകൾ കണ്ടുപിടിച്ച് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കുട്ടികളാണെന്നുള്ളവർ എൻ്റെ കയ്യിലുണ്ട്. കണ്ടുപിടിച്ചിട്ട് ഞാൻ ആ ലിസ്റ്റുമായിട്ട് അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്നു. ആദ്യം ചെന്ന ലോ കോളേജ് അവിടുത്തെ ലോ കോളേജുകളൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെയൊക്കെയാണ്, MP മാരുടെയൊക്കെയാണ്. അപ്പോൾ ആദ്യം ചെന്ന ലോ കോളേജിൽ അവിടുത്തെ മാനേജറായിട്ടിരിക്കുന്ന ഒരു മലയാളിയാണ്. അതെനിക്ക് വളരെ സൗകര്യമായി എന്ന് മാത്രമല്ല, അദ്ദേഹമാണ് അവിടെ മാനേജറായിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഒരു കുപ്പി സ്കോച്ച് കൊടുത്താൽ എന്ത് കാര്യവും ചെയ്തു തരുമെന്നുമൊക്കെ നേരത്തെ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിവരം കിട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ എനിക്ക് വളരെ സൗകര്യമായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ സ്കോച്ചൊന്നും കൊടുത്തൊന്നുമില്ല, ഇത്തരം വിവരങ്ങൾ എനിക്ക് വേണം. ആരൊക്കെയാണ് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളുടെ മിനിമം മാർക്ക് എത്രയായിരുന്നു, അവർ പാസ്സായി എന്നുള്ള കാര്യങ്ങൾ. ആദ്യം അദ്ദേഹം പറഞ്ഞു ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് മലയാള മനോരമയാണ്, ഞാനിതേക്കുറിച്ച് വാർത്ത എഴുതും, താങ്കളും ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർ പാസ്സാകാതാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. നിങ്ങൾ ഈ വിവരം തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് യൂണിവേഴ്സിറ്റിയിലുള്ള വിവരമാണ്, അവിടുത്തെ കോളേജിലുള്ള വിവരമാണ്, ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ നിങ്ങളിത് തന്നില്ലെങ്കിൽ നിങ്ങളിത് മൂടി വയ്ക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഏതായാലും എൻ്റെ ആ ഒരു സ്ട്രാറ്റജി അവിടെ വിജയിച്ചു. ആ കംപ്ലീറ്റ് അഡ്മിഷൻ അവിടെ പഠിച്ച കുട്ടികളുടെ എല്ലാ ലിസ്റ്റ് പുള്ളി ബുക്ക് എടുത്ത് എൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഞാനതെല്ലാം നോക്കിയപ്പോൾ ഇവരെ ആർക്കും മിനിമം മാർക്കില്ല. ആ കോളേജിൽ 6-7 കുട്ടികളാണ് പഠിച്ചിരുന്നത്, ആർക്കും മിനിമം മാർക്കില്ല. ഞാനതെല്ലാം നോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഫോട്ടോ കോപ്പി വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഫോട്ടോ കോപ്പി ഒന്നും തരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഫോട്ടോ കോപ്പി കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ കോപ്പി തരാൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അവസാനം പുള്ളി എനിക്ക് ഫോട്ടോ കോപ്പി എടുത്തു തന്നു. അതിനുശേഷം അടുത്ത ലോ കോളേജിൽ പോയി. ആ കോളേജിൽ ചെന്നപ്പോഴും ഇതുപോലെ പ്രശ്നമുണ്ട്. അവിടെ മലയാളികൾ ആരുമില്ല, പക്ഷേ ആദ്യം അവർ തരാൻ വിസമ്മതിച്ചു. അവിടെ ഞാൻ മനോരമ എന്ന് പറഞ്ഞില്ല, കാരണം അന്ന് മനോരമ എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും അത്ര അറിയണമെന്നില്ല. അപ്പം ഞാൻ ദ വീക്ക് മാഗസിൻ്റെ റിപ്പോർട്ടറാണ്, ഞാനിത് വീക്ക് മാഗസിനിൽ നിങ്ങൾക്കെതിരായിട്ട് വാർത്ത എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ വീക്ക് അവിടെയൊക്കെ അറിയപ്പെടുന്നൊരു മാഗസിൻ ആയതുകൊണ്ട് അതും ഏറ്റു. പുള്ളി എനിക്ക് ബുക്കുകൾ എടുത്ത് തന്നു എന്ന് മാത്രമല്ല, അവിടെ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ പുറത്ത് കൊണ്ടുപോയി എടുത്ത് തിരിച്ച് കൊണ്ടുവരാൻ വരെ അദ്ദേഹം സഹായിച്ചു. പുള്ളി എൻ്റെ കൂടെ വന്നു, ഒരു കടയിൽ പോയി ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ച് ആ ബുക്ക് അതുപോലെ കൊണ്ട് കൊടുത്തു. അപ്പം ഇവരവിടെ പഠിച്ചിരുന്നു എന്നുള്ളതിനും ഇവർക്ക് മിനിമം മാർക്കില്ലായിരുന്നുള്ളതിനും രേഖകളായി. ഇനി അടുത്ത പ്രശ്നം, ഇവർ പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്, ഇവർ പാസ്സായില്ല എന്നുള്ള ഇവർ അറിയണം. അത് ആ കോളേജിലില്ല, അത് യൂണിവേഴ്സിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ ബോംബെ യൂണിവേഴ്സിറ്റി പോകുക, എനിക്ക് അവിടെ ഒരു ബന്ധങ്ങളുമില്ല, ആരെയും അറിയില്ല. അപ്പോൾ ഞാൻ നേരെ യൂണിവേഴ്സിറ്റി ഈ ഓഫീസിലേക്ക് ഒരു ദിവസം രാവിലെ എനിക്ക് ചെല്ലുന്നു. ബോംബെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ബഹുനില മന്ദിരമാണ്, അതൊരു കടൽ പോലെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആലോചിച്ച ഒറ്റ മാർഗ്ഗമുള്ള ഏതെങ്കിലും ഒരു മലയാളിയെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു മലയാളിയെ കണ്ടുപിടിച്ചു, അദ്ദേഹം വേറൊരു മലയാളിയെ വിളിച്ചു. അങ്ങനെ 2-3 മലയാളികൾ എന്നെ സഹായിക്കാൻ വേണ്ടി കൂടി. സ്വാഭാവികമായിട്ടും അന്ന് നിന്നും നമ്മളൊരു മറ്റൊരു സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ മലയാളികൾ നമ്മളെ വളരെ സഹായിക്കും. ആ മലയാളി എന്നുള്ള ഒറ്റ പരിഗണന വെച്ച് അദ്ദേഹം എന്നോട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് വിവരങ്ങൾ അന്വേഷിക്കാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും ചെയ്യേണ്ട, നിങ്ങളത് വൈസ് ചാൻസലറോടോ രജിസ്ട്രാറോടോ ഒന്നും ചോദിക്കേണ്ട, ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവർ സ്റ്റാഫാണല്ലോ, അവരെന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് അവിടുത്തെ ഈ റെക്കോർഡ് സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ പോയി, സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി. അവർ തന്നെ എല്ലാ ഫയലും എടുത്തു തന്നു. അന്നത്തെ ഈ കംപ്ലീറ്റ് ഓരോ കോളേജിൻ്റെയും ഡീറ്റെയിൽസ് അവരെടുത്ത് തന്നെ മുന്നിൽ കൊണ്ട് വെച്ചു. അപ്പോൾ നോക്കിയപ്പം ഈ കുട്ടികളുടെ എല്ലാം പേര്, പലരും പരീക്ഷ എഴുതിയിട്ടില്ല, എഴുതിയവർക്ക് തന്നെ തോറ്റിരിക്കുകയാണ്. 1 മാർക്ക് 2 മാർക്ക് 5 മാർക്കൊക്കെയാണ്. അപ്പോൾ ഞാനതെല്ലാം അന്ന് അവിടെ നിന്ന് ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റിയില്ല, എല്ലാം എഴുതിയെടുത്തിട്ട് അന്ന് രാത്രി ഈ വാർത്ത തയ്യാറാക്കി പിറ്റേ ദിവസം അന്ന് ഫയൽ ചെയ്യുകയാണ്. അതായത് കേരളത്തിലെ വിവിധ ലോ കോളേജുകളിൽ പഠിക്കുകയും ഇവിടെ സെൻറ്റിലും സിൻഡിക്കേറ്റിലും അംഗമായിരിക്കുകയും ചെയ്യുന്ന പലരും വ്യാജ മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചാണ് ഇവിടെ അഡ്മിഷൻ നേടിയിരിക്കുന്നുള്ള വാർത്ത. അക്കാലത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ വാർത്തയാണ്. നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, നിയമസഭയിൽ അത് വലിയ ഒച്ചപ്പാടുണ്ടായി. ആദ്യം അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ചിനെ കൂടെ അന്വേഷിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് പിന്നീട് വേറൊരു സംഭവം ഉണ്ടായത്, ഈ പ്രതികളിൽ അല്ലെങ്കിൽ ഈ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ഇടതുപക്ഷ പാർട്ടികളിൽപ്പെട്ടവരായിരുന്നു. ഇവിടെ SFIയുടെ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളുടെയൊക്കെ അംഗങ്ങളായിരുന്നു. കുറച്ച് പേര് KSUക്കാരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയമായിട്ടാണ് അന്നത്തെ സർക്കാർ എടുത്തത്. നയനാർ സർക്കാർ ഭരിക്കുന്ന കാലമായതുകൊണ്ടും ഒക്കെ അത് രാഷ്ട്രീയമായിട്ട് എടുത്തു. മനോരമ ഈ ഇടതുപക്ഷത്തെ മോശമാക്കി കാണിക്കാൻ വേണ്ടി എടുത്ത വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു, സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ. പക്ഷേ അങ്ങനെ വന്നതോടുകൂടി സർക്കാർ പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ തിരിച്ച് ഞാൻ ഇതെല്ലാം ഞാൻ അവിടുന്ന് ഗോവയിൽ പോയി, ബാംഗ്ലൂരൊക്കെ പോയിട്ട് പല കോളേജുകളിലും കയറി ഇറങ്ങി കൂടുതൽ വിവരങ്ങളായിട്ട് പിന്നീട് റിപ്പോർട്ടുകളൊക്കെ അവിടുന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴത്തെ അവസ്ഥ, സർക്കാർ
ഇതിനകത്തൊരു കുഴപ്പവും നടന്നിട്ടില്ല എന്നുള്ള ഒരു നിലയിലേക്ക് അത് മാറിയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് സ്ഥാപിച്ചെടുക്കേണ്ട ഒരു ആവശ്യമായി. ഞാൻ പിന്നീട് ഇത് ഈ വ്യാജരേഖയാണ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ എഴുതേണ്ടി വന്നു. എല്ലാ ദിവസവും എന്നുള്ള മട്ടിൽ അന്ന് വാതിലത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ ഓരോരുത്തരുടെയും അക്കാഡമിക് ഹിസ്റ്ററി, ഇവർക്ക് ലഭിച്ച മാർക്ക്, ഇവർക്ക് അവിടെ ലഭിച്ച മാർക്ക്, എങ്ങനെ ഇവർ ഈ വ്യാജരേഖ തയ്യാറാക്കി, എങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിരന്തരമായിട്ട് എഴുതി വന്നപ്പോൾ അവസാനം സർക്കാർ വഴങ്ങി. സർക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതേക്കുറിച്ച് പഠിക്കാനായിട്ട്. ആ കമ്മിറ്റി ഇത് ശരിയാണെന്നും റിപ്പോർട്ട് ശരിയാണെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാജ രേഖ ഉപയോഗിച്ചാണ് അഡ്മിഷൻ നേടിയതെന്നും കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്തു. അന്നവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ മുഴുവൻ പുറത്തായി. കാരണം അർഹരായ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോഴാണ് അതിനേക്കാളും കുറഞ്ഞ മാർക്ക് വാങ്ങിയവർ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തതും അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അന്ന് അവരെല്ലാം പുറത്താക്കി. ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ തന്നെ കുറേ കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരുന്നു അന്ന് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ ഒരു വാർത്ത സത്യത്തിൽ എൻ്റെ ഇവിടുത്തെ കരിയറിൻ്റെ തുടക്കത്തിൽ വളരെയേറെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു വാർത്തയാണ്. പോയ വാരം മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ വാർത്താ ചിത്രങ്ങളെക്കുറിച്ച് സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ഫുട്ബോളിന്റെ ലഹരിയിലാണ് ലോകം ഇപ്പോൾ. ലോകകപ്പ് ഫുട്ബോളിന്റെ അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി ഒരു കുട്ടിയെ കുളിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പത്തൊമ്പത് വർഷം മുമ്പ് മെസ്സി കുളിപ്പിച്ച ആ ബാലനാണ് ഇന്ന് നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ മെസ്സിയുടെ എതിരാളി. അന്ന് യൂണിസെഫിന്റെ ചാരിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി മെസ്സി കുളിപ്പിച്ച ആ ബാലനാണിപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ടീമിന്റെ താരം. അവന്റെ പേര് ലമീൻ യമാൽ. ഇന്ന് നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഇരുവരും ഏറ്റുമുട്ടും. ആ കളി കാണാനാണ് ഇന്ന് ലോകം കാത്തിരിക്കുന്നത്. പോയ വാരം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് മലയാളിയായ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട ചിത്രങ്ങളും ബഹിരാകാശ നിലയത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹവും സംഘവും സന്ദേശങ്ങൾ അയക്കുന്നതുമായ ചിത്രങ്ങളാണ്. ചലച്ചിത്ര പിന്നണി ഗായിക എസ് ജാനകി വിട പറഞ്ഞു. അതിൻ്റെ ചിത്രങ്ങളാണ് പോയ വാരം മാധ്യമങ്ങളിൽ നിറഞ്ഞ മറ്റൊരു കാഴ്ച. മലയാളി മനസ്സുകൾ കീഴടക്കിയ കെ എസ് ചിത്ര, പി സുശീല, എസ് ജാനകി എന്നിവർ ചേർന്നുള്ള ഒരു സുന്ദര ചിത്രം മാധ്യമങ്ങളിൽ കണ്ടു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മണ്ണിനടിയിൽ പെട്ടുപോയവരുടെ മൃതദേഹങ്ങൾ തിരയാൻ കടാവർ നായകളെ ഉപയോഗിക്കുന്ന ഒരു ചിത്രം മാതൃഭൂമിയിൽ കണ്ടു. സമൂഹത്തിൽ വളർത്തുമൃഗങ്ങൾ വഹിക്കുന്ന പങ്ക് ആ ചിത്രം വ്യക്തമാക്കുന്നു. സ്പെയിനിലെ പ്രസിദ്ധമായ കാളപ്പോരിനിടെ കാളയുടെ മുകളിലൂടെ പറക്കുന്ന യുവാവിന്റെ ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് ഫ്രഞ്ച് പ്രസിന്റെ ഫോട്ടോഗ്രാഫർ മൈഗേൽ റാപ്പോ ആണ് ആ ചിത്രം ക്യാമറയിൽ പകർത്തിയത്. ശരീരത്തിൽ ഓക്സിജൻ കുറവായതിനാൽ ഓക്സിജൻ സിലിണ്ടറും ഓട്ടോയിൽ കയറ്റി സവാരിക്കിറങ്ങിയ കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി മുഹമ്മദിന്റെ ഒരു ഫോട്ടോ കേരള കൗമുദിയുടെ 1-ാം പേജിൽ കണ്ടു. 72-കാരനായ മുഹമ്മദ് 3.5 കൊല്ലം മുമ്പാണ് കോവിഡ് വാക്സിൻ എടുത്തത്. അതിനുശേഷമാണ് ഓക്സിജന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയത്. വയ്യെന്ന് കരുതി വീട്ടിലിരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കേരള കൗമുദി ഫോട്ടോഗ്രാഫർ രോഹിത് തയ്യലിന്റെ ആ ചിത്രവും വാർത്തയും വളരെ വ്യത്യസ്തമായി. ലോകത്ത് എവിടെയുമുള്ള മലയാളിയുടെ നേട്ടത്തെ ആഘോഷിക്കുന്നതിൽ മലയാള മാധ്യമങ്ങൾ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. ഇതേക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. നേട്ടങ്ങളിൽ ആഹ്ലാദിക്കുന്നതിലും അഭിമാനിക്കുന്നതിലും മലയാളികൾ പണ്ടേ മുൻപന്തിയിലാണ്. ഒരു മലയാളിക്ക് ആഹ്ലാദിക്കാൻ അങ്ങേത്തലയ്ക്കൽ ഒരു പൂർണ്ണമായ മലയാളി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു മലയാളി ബന്ധം മതി, അല്ലെങ്കിൽ ഒരു മലയാളി സ്പർശം മതി മലയാളിയുടെ ആഹ്ലാദം വാനോളമെത്താൻ. അത്തരത്തിൽ മലയാളിയുടെ ആഹ്ലാദവും അഭിമാനവും വാനോളമെത്തിയ ഒരു വാർത്താ സംഭവം ഈയിടെ ഉണ്ടായി. അനിൽ മേനോൻ എന്ന പേരുള്ള ഒരു ഗഗനചാരി ബഹിരാകാശം തൊടാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്ത. അനിൽ മാധവൻ സമോയിലങ്കോ മേനോൻ എന്നാണ്
ആളിൻ്റെ മുഴുവൻ പേര്. അമ്മ ഉക്രൈൻകാരിയാണ്, അച്ഛൻ ഒറ്റപ്പാലത്തുകാരൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം പത്രങ്ങളിൽ ഇതൊരു വൻ വാർത്തയായി, വലിയ ആഘോഷമായി. ചരിത്ര നേട്ടത്തിന് അനിൽ മേനോൻ എന്നായിരുന്നു മാതൃഭൂമി എഴുതിയിരുന്നത്, ഒരു സാധാരണ വാർത്ത പോലെ. ബഹിരാകാശത്തേക്ക് മലയാളിയുടെ കന്നിയാത്ര 14 എന്നായിരുന്നു കേരള കൗമുദി എഴുതിയത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ശീർഷകമാണ് മലയാള മനോരമയിൽ കണ്ടത്. അവിടെ ഒരു ഗംഭീര ആഘോഷം തന്നെയായിരുന്നു. ഓർബിറ്റിലേക്ക് ഒറ്റപ്പാലം എന്നാണ് കണ്ടത്. ഈ അനിൽ മേനോന്റെ അച്ഛൻ ഒറ്റപ്പാലത്തുകാരനായതിൻ്റെ ഒരു ബന്ധമാണ് ഈ ഒറ്റപ്പാലം എന്ന് അവിടെ എഴുതാൻ കാരണം. മാത്രമല്ല, അതിനിപ്പുറത്തായി മറ്റൊരു കാര്യം എഴുതിയിട്ടുണ്ട്. മലയാളിക്ക് ബഹിരാകാശവുമായി ഇനി ഒറ്റ പാലത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റൊരു ദിവസം മനോരമയിൽ വേറൊരു ശീർഷകം കണ്ടു, അരികെ അരികെ അനിലാകാശം എന്ന്. ഇനി മലയാളിയുടെ സ്വന്തം ബഹിരാകാശം എന്നാണ് അവിടെ എഴുതി കണ്ടത്. ബഹിരാകാശത്തെ മലയാളി താരകം എന്നാണ് മാതൃഭൂമി വിശേഷിപ്പിച്ചത്. അഭിമാനപഥം എന്നായിരുന്നു മാതൃഭൂമിയിലെ ശീർഷകം. ഭ്രമണപഥം എന്നൊക്കെ പറയുന്നത് പോലെ അഭിമാനപഥം. മലയാള മനോരമയിൽ പോയി വാ അനിൽ എന്നാണ് എഴുതി കണ്ടത്. അവിടെ പോയി വാനിൽ എന്ന് വേണമെങ്കിൽ വായിക്കാം, കാരണം 2 നിറത്തിലുള്ള മഷി കൊണ്ടാണ് അത് അച്ചടിച്ചിട്ടുള്ളത്. മാധ്യമം പത്രത്തിൽ മറ്റൊരു രീതിയിലാണ് കണ്ടത്, വിണ്ണിലുദിച്ചു മലയാളം എന്നാണ്. ഒടുവിൽ ആ ചരിത്രം പിറന്നു, ആദ്യമായി ഒരു മലയാളി ബഹിരാകാശത്ത് എന്നായിരുന്നു ആ പത്രം എഴുതിയിരുന്നത്. സകല പത്രത്തിലെയും റിപ്പോർട്ടുകൾ മലയാളിയുടെ അഭിമാനം വാനോളം ഉയർന്നതായി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഈ ശീർഷകങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ടാണോ മലയാളി ബഹിരാകാശത്ത് അല്ലെങ്കിൽ ചന്ദ്രന് മീതെയൊക്കെ എത്തുന്നത് എന്നൊരു സംശയം തോന്നാം. മുൻപ് മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പത്രം എഴുതിയിരുന്ന ഒരു ശീർഷകം ഓർക്കുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, മോഹൻലാൽസ് ഫാൽക്കെ ഹാസ് മലയാളീസ് ഓവർ ദ മൂൺ എന്നായിരുന്നു. ഓവർ ദ മൂൺ എന്നാൽ അത്യാഹ്ലാദത്തിലേക്ക് നീങ്ങുക എന്നാണ് അർത്ഥം. ഇവിടെ അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് നീങ്ങുമ്പോൾ മലയാളിയുടെ ആഹ്ലാദവും ഒപ്പം നീങ്ങുകയാണ്. മലയാളികളെ അങ്ങേയറ്റത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിയുടെ ദേഹവിയോഗം. അസംഖ്യം ജനപ്രിയ ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ഗായികയായിരുന്നു എസ് ജാനകി. മലയാളിയല്ല, പക്ഷേ മലയാളികൾക്കാൾ എത്രയോ സുന്ദരമായി മലയാളം പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വാഭാവികമായും ജാനകിയുടെ നിര്യാണം എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയായിരുന്നു. വാർത്തകളിലേറെയും ജാനകി പാടിയ ജനപ്രിയ ഗാനങ്ങളിലെ ഏതെങ്കിലും വരികളാണ് നിറഞ്ഞത്. ഉണരുണരു ഗന്ധർവ ഗായിക എന്നായിരുന്നു കേരള കൗമുദിയിൽ കണ്ടത്. തെന്നിന്ത്യൻ സിനിമയിലെ ഗന്ധർവ ഗായിക എന്നാണ് ആ പത്രം എസ് ജാനകിയെ വിശേഷിപ്പിച്ചത്. മാഞ്ഞു മഞ്ഞണി പൂനിലാവ് എന്നാണ് മാതൃഭൂമി എഴുതിയിരുന്നത്. ജാനകി പലരുടെ മനസ്സിൽ ഇടം നേടിയത് മഞ്ഞണി പൂനിലാവ് എന്ന പാട്ടിലൂടെയാണെന്ന കാര്യവും ഏവർക്കും ഓർക്കാവുന്നതേ ഉള്ളൂ. മിഴിയോരം നനഞ്ഞൊഴുകും എന്നായിരുന്നു മാധ്യമം എഴുതിയത്. അവിടെ പറയുന്നത് കുറച്ച് നീട്ടിയിട്ടാണ്, ഇമ്പമാർന്ന പാട്ടുകളുടെ തേനും വയമ്പും മലയാളിയുടെ നാവിൽ നൽകിയ ഗായിക എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുമൊക്കെ ജാനകി പാടിയ പല പാട്ടിൻ്റെയും വരി കൂടെ ചേർത്തുകൊണ്ട് തന്നെയാണ്. മയങ്ങു പാട്ടിൻ മടിമേലെ എന്നാണ് മലയാള മനോരമയിൽ കണ്ട വളരെ സുന്ദരമായ ഒരു ശീർഷകം. അതും ഒരു പാട്ടിൽ നിന്ന് രൂപം കൊണ്ട ശീർഷകം തന്നെയാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി ഭൂമിയിൽ അവതരിച്ച ശബ്ദം നിലച്ചു എന്നാണ് മനോരമയിൽ എഴുതി കണ്ടത്. അവിടെ മറ്റൊരു വിശേഷണം കൂടി നൽകിയിരുന്നു, വളരെ കൃത്യമായ ഒരു നിരീക്ഷണം. ഏത് ഭാവവും അനായാസേന ശ്രുതി ചേർന്ന സ്വരമാധുരി എന്നായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അഷ്ടമൂർത്തി എന്ന പേരായ സാഹിത്യകാരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത്, പാട്ടുകാർ മരിക്കുമ്പോഴാണ് പത്രത്തിലെ സബ് എഡിറ്റർമാർ കവികളാകുന്നത് എന്നാണ്. ജാനകി മരിച്ചപ്പോൾ മലയാളത്തിൻ്റെ മഞ്ഞണി പൂനിലാവ് മാഞ്ഞുവെന്നും മലയാളത്തിൻ്റെ സൂര്യകാന്തി പൊഴിഞ്ഞു എന്നുമൊക്കെയാണ് തലക്കെട്ടുകൾ. എന്നാലും മന്നാടെ മരിച്ചപ്പോൾ മലയാളത്തിൻ്റെ മാനസമയന മാനത്തേക്ക് പറന്നുവെന്നും ജയചന്ദ്രൻ മരിച്ചപ്പോൾ മലയാളത്തിൻ്റെ പൂർണ്ണേന്ദുമുഖി അസ്തമിച്ചു എന്നുമൊക്കെ എഴുതി പിടിപ്പിച്ചത് കുറച്ച് കടന്നു പോയില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, മലയാള സാഹിത്യത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. എന്നാൽ ജാനകിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മറ്റൊരു കാര്യം പറയാതെ വയ്യ. 17ലേറെ ഭാഷകളിലായി 40,000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. മലയാള മനോരമയിൽ 20,000-ഓളം പാട്ടുകൾ എന്ന് കണ്ടിരുന്നു. രണ്ടായാലും വലിയൊരു സംഖ്യ തന്നെയാണത്. ഈ ഭാഷകളെന്ന് പറഞ്ഞാൽ ഹിന്ദി, സംസ്കൃതം, ബംഗാളി, ഒഡിയ, അങ്ങനെ പഞ്ചാബി ഉൾപ്പെടെയുള്ള പല ഭാഷകളിലാണ് ജാനകി പാടിയിട്ടുള്ളത്.
നമ്മുടെ പത്രങ്ങളൊക്കെ എസ് ജാനകി വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? തെന്നിന്ത്യയിലെ ഗായിക എന്നാണ്. ഹിന്ദു പത്രം എഴുതിയിരുന്നത് ദക്ഷിണേന്ത്യയിലെ വാനമ്പാടി മാഞ്ഞു എന്ന മട്ടിലാണ്. ഇതുപോലെയൊക്കെ തന്നെ ഇത്രയൊക്കെ ഭാഷകളിൽ തന്നെയാണ് ലതാ മങ്കേഷ്കറും പാടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വരുമ്പോൾ ഭാരതത്തിന്റെ വാനമ്പാടി എന്നൊക്കെ പറയാൻ നമുക്ക് വലിയ വ്യഗ്രതയാണ്. ഇത്തരത്തിലുള്ള ഒരു വിവേചനം കൊണ്ട് തന്നെ ആവാം എസ് ജാനകി ചില വലിയ പുരസ്കാരങ്ങൾ വേണ്ടെന്ന് വെച്ചത്. മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.